ഹായ്, എല്ലാവർക്കും വല്യു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സച്ചിയുടെ എപ്പിസോഡ്, അതായത് ചെമ്മനീർപ്പൂവിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം. അപ്പോൾ ഇന്നലെ സച്ചി കല്യാണമൊക്കെ ആ എപ്പിസോഡായിരുന്നല്ലോ. അപ്പോൾ രണ്ടുപേരും ഇന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയപ്പോൾ രേവതി മാലയൊക്കെ ഒരു കൈ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തിനിപ്പോൾ മാല അങ്ങനെ ഒരു കൈ പിടിച്ചിരിക്കണേ, അപ്പോൾ പിന്നെ ഇത് കളയാൻ പറ്റുമോ ചോദിച്ചു കേട്ടോ. അപ്പോൾ പറയാം, നമുക്ക് എഴുത്തിലിടാന്ന്. അതൊന്നും വേണ്ട സച്ചിയേട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ എന്താ, അതൊക്കെ നമ്മൾ ഒരുക്കിയിട്ട് കയറിയതല്ലേ കല്യാണം കഴിഞ്ഞിട്ട്. ഇന്നും കല്യാണം തന്നെ നീ പറഞ്ഞത്, ഇങ്ങോട്ട് വാ നമുക്കിടാമെന്നും പറഞ്ഞിട്ട് സച്ചി വേഗം മാല ഇട്ടു, രേവതീനെ ഇടിപ്പിച്ചു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മളിങ്ങനെ കണ്ട അച്ഛന് ഭയങ്കര സന്തോഷമാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്താ പറയുക, ചെരുപ്പൊക്കെ ഊരി അകത്തേക്ക് കയറി, അകത്തേക്ക് ഉമ്മറത്ത് കയറി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചന്ദ്രമതി അമ്മ അങ്ങോട്ട് പോണ സമയത്ത് ജസ്റ്റ് കണ്ടപ്പോൾ ഇവരെ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തപ്പോൾ ഈ വേഷത്തിലെന്ന് വെച്ചിട്ട്. അപ്പം അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് അച്ഛനും വന്നു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇത് എന്താടാ അത് ഈ വേഷം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വെച്ചാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് നിങ്ങളൊരു കല്യാണം കഴിച്ചതല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഇഷ്ടമല്ലാണ്ടല്ലേ കല്യാണം കഴിച്ചത്. അപ്പോൾ അച്ഛൻ പറയാം, ഒന്ന് നല്ലൊരു ദിവസമായിരുന്നു, രേവതിയുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞങ്ങളും കൂടി വന്നിരുന്നില്ലേ എന്ന് വെച്ചു കേട്ടോ. അതിന് അച്ഛൻ ഞാൻ തന്നെ അവിടെ ചെന്നിട്ടാണ് അറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ആരതി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ വർഷയും ശ്രീകാന്ത് ഇതും കണ്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും വണ്ടടിച്ചിരിക്കും, ഇത് എന്തപ്പോൾ സംഭവം എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ പറയണ്ട, അവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവരുടെ കല്യാണം ആദ്യം കഴിഞ്ഞതല്ലേ അച്ഛാന്ന് ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത്. അപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ താലി മാറ്റിയ കാര്യമൊക്കെ കെട്ടിയ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ വർഷയുടെ അടുത്ത് അച്ഛൻ പറയുന്നുണ്ട്, മോളെ ആരതി എടുത്ത് കൊണ്ടുപോകാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എടുത്തൊഴുകി അവൾ വർഷം വയ്ക്കുകയാണ്, എന്താ അച്ഛാ ആരതി എങ്ങനെ എടുക്കുക, അതെങ്ങനെ എടുക്കുക അച്ഛാ എന്ന് വെച്ചു കേട്ടാ. അപ്പം അച്ഛൻ എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ അതിലൊരു റെഡ് കളർ പൊടി ഇടില്ലേ അച്ഛാ, അതെന്താ, അത് ചില്ലി പൗഡറാണോ റെഡ് പൗഡറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയ്യോ മോൾ എടുക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. സച്ചിൻ്റെ അവരൊക്കെ ഞെട്ടി, മോൾ എടുക്കണ്ട, ചന്ദ്രമതി നീ എടുക്കുന്നുണ്ട്. ഞാനോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അല്ലാണ്ട് നീ പോയി എടുക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി ഇളകണില്ലേ, അവിടെ തന്നെ നിൽക്കണം കേട്ടോ. നിന്നോടാ പറഞ്ഞ പോയി എടുക്കാനെന്ന് പറയുമ്പോൾ പോയി. അത് പോയിട്ട് അപ്പോഴേക്കും നമ്മുടെ ചേട്ടനും ചേട്ടത്തിയും വന്നിട്ടുണ്ട് കേട്ടോ, ശ്രുതിയും ശ്രുതിയും വന്നിട്ടുണ്ട്. അവരെന്താ അഴിച്ച് നിൽക്കുന്നത്, ഇതെന്തപ്പോൾ ദീവേഷത്തില്ലേന്ന് വിചാരിച്ചിട്ട്, ഇത് എന്തൊക്കെ ഇവിടെ നടക്കണേന്ന് നോക്കിയിട്ട് കേട്ടോ ശ്രുതി. അപ്പോൾ അപ്പോഴേക്കും അമ്മ ആരതി എടുത്തിട്ട് വരുന്നുണ്ട്. ചന്ദ്രൻ ഒന്ന് വേഗം വാ എന്ന് പറയുന്നുണ്ട്. അതാ വരണമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവൾക്ക് ആരതി എടുക്കുക, എൻ്റെ പട്ടി എടുക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയും, മോളെ നീ ആരതി എടുക്കുമെന്ന് പറഞ്ഞു. ആൻറ്റി അല്ലേ മൂത്തത്, ഈ വീട്ടിലെ ഏറ്റവും മൂത്തത്, ആൻറ്റി തന്നെ എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. സാധനം ശ്രുതിക്ക് അത്രയും മനസ്സില്ലല്ലോ. പക്ഷേ ശ്രീകാന്ത് നല്ല എൻജോയ്മെൻറ്റിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്ന് ആരതി എടുപ്പിച്ചു, മനസ്സോടെ ആരതി എടുത്തു. അപ്പോൾ ആരതി എടുക്കുന്നതിനിടയ്ക്ക് നമ്മുടെ സച്ചി രേവതീനെ ഒന്നുകൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ തീരെ ഇഷ്ടമാവണില്ല കേട്ടോ ചന്ദ്രയ്ക്ക്. എന്നിട്ട് എടുത്ത് കഴിഞ്ഞ് അങ്ങോട്ട് മാറാം അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അത് അങ്ങോട്ട് കൊണ്ട് കളയാനായിട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ ഇവരകത്ത് കയറുകയാണ്. അകത്ത് കയറുമ്പോൾ സച്ചി പറയുന്നുണ്ട്, വലതുകാലം വെച്ച് കയറി രേവതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നിനക്കിതിലൊന്നും വലിയ വിശ്വാസമില്ലല്ലോ. അല്ല, എനിക്ക് രണ്ട് കാലം ഒരുപോലെ അച്ഛാ, ഒരു കാലം ആക്സിലേറ്ററിലും ഒരു കാലം ക്ലച്ചിലും, അപ്പോൾ എനിക്ക് രണ്ടും ഒരുപോലെയാണ്. രേവതിക്ക് വിശ്വാസം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അകത്ത് കയറി നിൽക്കുന്നുണ്ട് എല്ലാവരും. അകത്ത് കയറിയിട്ട് പറയുന്നുണ്ട്, അപ്പോൾ നമുക്കൊന്നൊരു സദ്യയ്ക്ക് ആവാമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്തുതി പറയുന്നുണ്ട്, നീ എന്തിനാണ് അവൻ ഓരോ കോമാളിത്തരം കാണിക്കാൻ, നീ എന്തിനാ ഇങ്ങനെ കൺഗ്രാജുലേഷനൊക്കെ പറയണത്, ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഈ കല്യാണ വേഷം ഇടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി പറയുന്നുണ്ട്, അതേ കല്യാണ വേഷം ഇടുകയൊക്കെ ചെയ്യാം, പക്ഷേ കാത്തിരിക്കുന്ന പെണ്ണിനെ വഞ്ചിച്ചിട്ട് അവിടുന്ന് മുങ്ങി കളയരുത്, അപ്പോൾ ഇട്ടുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സ്തുതിയൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇപ്പോൾ സമാധാനമില്ലേ നിനക്ക്, ഒന്നും മിണ്ടായിരുന്നോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, വിളക്കൊക്കെ തെളിയിക്കേണ്ട അച്ഛാ, എന്നല്ലേ കല്യാണം കഴിഞ്ഞ ദിവസം, ഇന്നാണ് ശരിക്കും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, രേവതി ഇത് കുഴിച്ചിടണേ, ഈ ഡേറ്റിലാണ് നമ്മൾ ഇനി വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് രണ്ടാളും പൂജാമുറിയിൽ പോയി വിളക്ക് കൊളുത്താൻ പോവാണ്. വിളക്ക് കൊളുത്തുമ്പോൾ അച്ഛൻ പറയേണ്ട എല്ലാവരോടും വരാൻ. അച്ഛനും ശ്രീകാന്തും സച്ചി രേവതിയൊക്കെ പോയി. അപ്പോൾ ശ്രുതിയും പോയിട്ടില്ലേ, വർഷയും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അച്ഛൻ വന്നിട്ട് എല്ലാവരും ചന്ദ്രനെയും എല്ലാവരും കൂട്ടിക്കൊണ്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർഷ പറയുകയാണേ ശ്രുതിയുടെ അടുത്ത്, ചേച്ചി ഇതൊക്കെ ആ കുടിയൻ്റെ ഐഡിയാസാണ്, കുടിയന് നല്ല പേടിയുണ്ട് രേവതി ചേച്ചി വിട്ടുപോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ കുടിയൻ്റെ വാക്ക് വിശ്വസിച്ചിട്ട് പാവം രേവതി ചേച്ചി വെറുതെ സന്തോഷം അഭിനയിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് അത് പിടിക്കണില്ല. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, രേവതിയല്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നല്ലേ പറഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വെറുതെ ചേച്ചി, രേവതി ചേച്ചിക്ക് നല്ല സങ്കടം ഉണ്ടാവും പാവം എന്ന് പറയുന്നുണ്ട് കേട്ടോ വർഷ. അപ്പോൾ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂട്ടിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കൊളുത്തി രേവതി. അപ്പം സച്ചി പ്രാർത്ഥിക്കണില്ല കേട്ടോ.
നീ അല്ലേ വിളക്ക് പോലത്തെ വന്നേ എന്ത് പ്രാർത്ഥിക്കാത്ത ചോദിച്ചപ്പോൾ അല്ല ഞാൻ അത് രേവതിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു പിടി പൂവ് വാരിയിട്ട് രേവതി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അച്ഛനോടും അമ്മോടും അനുഗ്രഹം മേടിക്കാനായിട്ട് അമ്മ അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ മുങ്ങാൻ നോക്കിയിട്ടോ. അപ്പോൾ ചന്ദ്രൻ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെയും പൂവൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ നിവൃത്തിയില്ലാണ്ട് ചന്ദ്രൻ അങ്ങോട്ട് അനുഗ്രഹിച്ച പോലെ അങ്ങോട്ട് പൂവൊക്കെ ഇട്ട് അങ്ങോട്ട് കാട്ടി കൂട്ടുകയാണ്. മനസ്സിൽ മുഴുവനും ഇങ്ങനെ ഇതാണ് കേട്ടോ. ഇവരുടെ ഓരോ വർത്തമാനങ്ങൾ കേൾക്കുമ്പോഴും ഇവരുടെ സ്നേഹം കാണുമ്പോഴൊക്കെ ചന്ദ്രയ്ക്ക് ഇങ്ങനെ ഇളകി വരുന്നുണ്ട് ശരിക്കും. അപ്പോൾ സച്ചി പറയണ്ട അച്ഛാ ശരിക്കും ഇന്നാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ശ്രുതി പറയണേ അപ്പോൾ നിങ്ങൾ ഇത്ര നാൾ ലിവിങ് ടുഗദർ ആയിരുന്നു എന്ന് വെച്ചു. അപ്പോൾ സച്ചി വീണ്ടും ഇളകി. അപ്പോൾ സച്ചി പറഞ്ഞു നീ കല്യാണത്തിന് മുന്നേ ഒരു പെണ്ണിൻ്റെ കൂടെ ഇറങ്ങി നടന്നില്ലായിരുന്നില്ലടാ, അതുപോലെ ആയിരുന്നു എന്നാണോ നീ ചോദിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ആകെ ബടിച്ച് നിൽക്കണം കേട്ടോ. ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയേണ്ട അച്ഛനോട് പറയേണ്ട അന്ന് അച്ഛൻ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്പരം മുഖത്തോക്ക് കൂടി നോക്കിയില്ല, അങ്ങനെ കല്യാണം കഴിച്ചതാ അച്ഛാ. ഇന്നാണ് ഇപ്പം ഞാൻ സ്നേഹിച്ച് ശരിക്കും നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടിയിട്ട് ഞാൻ താലി കെട്ടിയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് പ്രത്യേക ഒരു വികാരത്തോട് കൂടിയിട്ടാണ് ഇപ്പം ഇന്ന് താലി കെട്ടിയത്. എന്താ അതിൻ്റെ പേരെന്താണെന്ന് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് പിക്കി കൂട്ടുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് ലവ് അങ്ങനെയും പറയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതിയും പറയുന്നുണ്ട് ഞാനും അമ്മ പന്തല് അച്ഛൻ പറഞ്ഞപ്പോൾ സച്ചിയേട്ടൻ കെട്ടി ഞാൻ അങ്ങനെ ഇരുന്നു, അമ്മ പറഞ്ഞപ്പോൾ ഞാനും പന്തലിൽ ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വർഷങ്ങളോളം മാസങ്ങളോളം ഞങ്ങൾ പരസ്പരം അങ്ങനെ ജീവിച്ചു. പിന്നെയാണ് എനിക്ക് മനസ്സിലാക്കിയത് സച്ചിയേട്ടൻ്റെ സ്നേഹവും കരുതലൊക്കെ. ആദ്യം ഇവിടെ ഞാൻ പിടിച്ചു നിൽക്കാൻ കാരണം അച്ഛനാണ്. എൻ്റെ എല്ലാ സങ്കടവും ഞാൻ അച്ഛനോട് പറയാറുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ സച്ചിയേട്ടനും വളരെ വൈകിട്ടാണെങ്കിലും സച്ചിയേട്ടൻ്റെ സ്നേഹവും കരുതലൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചാൽ ഇപ്പം ഞാൻ ഭയങ്കര സന്തോഷവതിയാണെന്നൊക്കെ പറയേണ്ടത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് ഇളകിയിട്ട് വയ്യ കേട്ടോ. ഇവരുടെ ഓരോ സ്നേഹപ്രകടനങ്ങൾ കാണുമ്പോഴും വർത്തമാനം കേൾക്കുമ്പോഴൊക്കെ ചന്ദ്രൻ അങ്ങനെ മുഖത്തുകൊണ്ട് ഓരോ ഗോഷ്ഠികളും കാട്ടിക്കൊണ്ടിരിക്കുക. അതുപോലെ ശ്രുതിക്കൊന്നും പിടിക്കണില്ല. ശരിക്കും എൻജോയ് ചെയ്യുന്നതും നമ്മുടെ ശ്രീകാന്തും അച്ഛനും മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് സച്ചി പറഞ്ഞ് എനിക്ക് നാണാവണം വെച്ചാൽ ഇതൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കിണിയിട്ട്. അപ്പോൾ അച്ഛൻ തിരിച്ച് ഞങ്ങളുടെ തന്നെ പിടിച്ച് നിർത്തിയിട്ട് നീ എന്തിനാണ് നാണിക്കണേ, ഇതൊക്കെ അച്ഛനോട് അമ്മോടല്ലേ പറയണേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സച്ചി പറയണേ അല്ല അച്ഛാ ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസമല്ലേ, അപ്പോൾ ഇന്നല്ലേ ഞങ്ങളുടെ ശാന്തി മുഹൂർത്തമൊക്കെ ഉണ്ടാവുക, അപ്പോൾ ഇതൊക്കെ ഒരുക്കണ്ടേ മണിയറയൊക്കെ ഒരുക്കണ്ടേന്ന്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ചിരിക്കുന്നുണ്ട്, ശ്രീകാന്തും ചിരിക്കുന്നുണ്ട്. രേവതിക്കാകെന്നാണ് രേവതി പറയും ഒന്നും മിണ്ടാ സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട് അതിനെ വിളിച്ച് കൊണ്ടുപോയിട്ട് അപ്പോൾ വരെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് രേവതിയുടെ കൂടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ ശ്രുതിയും അമ്മയും മാത്രമായി കേട്ടോ. അപ്പോൾ അമ്മ പറയും അമ്മോട് പറയേണ്ടത് എന്തൊക്കെ അമ്മയും നടക്കണേ ഇത് കുറച്ച് ഓവറാട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയണ്ട അതന്നെ ഞാൻ എന്തൊക്കെ കണ്ണും കേൾക്കേണ്ടി വന്നല്ലോ ഈശ്വര എന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരു അരപ്പൻ താലി മേടിച്ചതിനാണ് ഇപ്പോൾ അവളുടെ ഈ പ്രഹസനം ഒക്കെ അവളുടെ ഐഡിയ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. മോളെ നീ വിട്ടുകൊടുക്കരുത്. എന്നിട്ട് ശ്രുതിയോട് പറയാം നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് നിനക്ക് 1 കിലോ സ്വർണ്ണം മേടിപ്പിച്ച് തരണം, നീ ഇളയച്ചനോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി വീണ്ടും ഞെട്ടി നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ആൻറ്റി എന്നിട്ട് ഇളയച്ചൻ എന്ത് പറഞ്ഞു അച്ഛനോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം സ്വർണം കൊണ്ട് വരൂലേ എന്നിട്ട് വേണം ഈ പൂക്കഴിക്ക് നമ്മുടെ വിലയൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ആൻറ്റി അകത്തേക്ക് പോയി. ശ്രുതി വീണ്ടും പെട്ട് നിൽക്കുന്നുണ്ട്. ഏതൊക്കെ വന്നാലും ഈശ്വര അവസാനം എൻ്റെ തലയ്ക്കാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. രസകരമായ എപ്പിസോഡ് തന്നെയാണ്. സച്ചിയുടെയും ഇവരുടെയൊക്കെ വർത്തമാനങ്ങളൊക്കെ ആയിട്ട് നല്ല രസകരമായ എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം. ഓക്കേ.